രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട വ്യൂ ആട്ടോ ഇത്. രാവിലെ തന്നെ സ്നോഫാളായിരുന്നു. അങ്ങനെ യു കെയിൽ ഈ വർഷത്തെ വിൻ്റർ ഒഫീഷ്യലി ഈ ഒരു സ്നോഫോളോട് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കാണുന്ന പോലെയല്ല കേട്ടോ, നമ്മൾ നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സ്നോഫോളിന്. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ആ ഒരു നമുക്കൊരു കൗതുകം തോന്നുമല്ലോ, പക്ഷേ നമ്മളത് റിയലായിട്ട് കാണുമ്പോൾ അതിനേക്കാളും ഭംഗിയാട്ടോ സ്നോഫോൾ കാണാൻ. പിന്നെ അത്യാവശ്യം തണുപ്പൊക്കെ സ്റ്റാർട്ടായിട്ടോ, വിൻ്റർ ആയല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് ഈ ഒരു വ്യൂ കുറേ നേരം അങ്ങനെ നോക്കി നിന്നിട്ടോ. അപ്പോൾ ഇന്ന് അപ്പൂന് സ്കൂളുള്ള ദിവസമാണ്. പക്ഷേ അപ്പൂന് സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ കുറച്ച് പർച്ചേസിങ് കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും പർച്ചേസിങ് കാര്യങ്ങളാണോ ഉള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസമായിരിക്കും ഈ സാധനം തീർന്നല്ലോ, ആ സാധനം തീർന്നല്ലോ എന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിദ്ധുവിൻ്റെ വെറ്റ് വൈപ്സൊക്കെ തീരാറായിട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ നാപ്പി അതൊക്കെ കുറച്ച് ബാക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ലിഡിലിൽ നിന്നല്ല ശരിക്കും എൻ്റെ നാപ്പീസൊക്കെ വാങ്ങുക, ടെസ്കോയിൽ ഫ്രെഡ് ആൻഡ് ഫ്ലോ ആയിട്ട് വാങ്ങുക. അതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ ഈ സ്നോഫാൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്നോഫോൾ കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ടെസ്കോ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടോയ് സെക്ഷനിലേക്കൊന്ന് പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ടോയ് സെക്ഷൻ. ഇവിടെ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഹ്യൂജ് കളക്ഷൻ ഓഫ് ടോയ്സ് ഉണ്ട് കേട്ടോ എഡിങ്ങിലെ ടെസ്കോയിൽ. അപ്പോൾ കൂടെ ഇല്ലാത്ത കാരണമാണ് എനിക്ക് ഈ ഒരു പരിസരത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്തേക്കേ വരാൻ പറ്റില്ല. അപ്പോൾ അവനില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഓരോ ടോയ്സ് ഞാൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പിന്നെ ചിലത് മാത്രമേ 5 പൗണ്ടിനൊക്കെ ഉള്ളൂ. പിന്നെ ടെസ്കോയിൽ ക്ലബ് കാർഡ് ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് വിലക്കുറവിന് കിട്ടും. അപ്പം ഞാൻ കുറേ നേരം ഈ ടോയ്സൊക്കെ ഇങ്ങനെ വെറുതെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. ഗേൾസിനും ബോയ്സിനും പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ടോയ്സിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഗേൾസിൻ്റെ സെക്ഷനാണ്, ഡോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാനും അരുണ് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അരുൺ എപ്പോഴും ഇങ്ങനത്തെ എന്താ പറയുക, സ്ക്രൂ, ഹാമർ, ബാറ്ററി സെക്ഷൻ, ഫയൽ സെക്ഷൻ, സ്റ്റേഷനറി സെക്ഷൻ അതിൻ്റെയൊക്കെ പുറകെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ലൈക്ക് പ്ലേറ്റ്സ്, കപ്പ് അതിൻ്റെയൊക്കെ പുറകെ ആയിരിക്കും കേട്ടോ ഞാൻ കൂടുതലായിട്ട് പോകാൻ ഇതൊക്കെ ഫയലൊക്കെ എടുത്ത് ഇത് എവിടെ പോയാലും അരുൺ അങ്ങനെയാണ് കേട്ടോ. എപ്പോഴും ഈ ഒരു സെക്ഷൻ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഞാൻ എല്ലാ സെക്ഷനും അങ്ങ് ഫോക്കസ് ചെയ്യും. നമുക്ക് കാണുന്നതിന് ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോയുള്ള അവസ്ഥ. പിന്നെ ഞാനൊരു ഇതുപോലത്തെ ഒരു വാട്ടർ ഫിൽറ്റർ വാങ്ങിച്ചിട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെയിൻഡിയർ നല്ല അടിപൊളി സംഭവം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വെൽവെറ്റ് ഫിനിഷോടുകൂടെ 5 പൗണ്ടാണ് കേട്ടോ അതിന്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഇങ്ങനത്തെ ക്യൂട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കുഞ്ഞ് ഡെക്കോർ പീസ് ഉണ്ടായിരുന്നേ. അതുപോലെ ക്രിസ്മസ് ട്രീ 6 ഫീറ്റിൻ്റെ ഒക്കെ ഇതുപോലെ അവർ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ 65 പൗണ്ട് കേട്ടോ. അതായത് നാട്ടിലെ ഒരു 6500 അടുപ്പിച്ചുണ്ട് കേട്ടോ ആ ഒരു ട്രീക്ക് 6 ഫീറ്റിൻ്റെ. പിന്നെ അതിനകത്ത് ക്ലോത്ത്സിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ഇതുപോലത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റെഡ്, വൈറ്റ്, ഗ്രീൻ അങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടോ, ബേബിയുടെ സെക്ഷനിലേക്ക് എത്തി. ഇപ്പോൾ നമ്മളൊരു
ഒരു അമ്മ അച്ഛൻ ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ക്ലോത്ത്സ്, അവരുടെ ആക്സസറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാവർക്കും അങ്ങനെയായിരിക്കുമല്ലോ. ഒന്നും വാങ്ങാനുണ്ടാവില്ല, പക്ഷേ എന്തൊക്കെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, എന്തൊക്കെ പുതിയ സാധനങ്ങളുണ്ടെന്നൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സിദ്ധുവിന് അവിടെ നിന്നൊരു ഫീഡിങ് ബോട്ടിലും കൂടി എടുത്തേ. പിന്നെ ഇത് പ്യൂരിയുടെ സെക്ഷനാണ്. ഇവിടെ കുറേ പ്യൂരി സെക്ഷൻ ഉണ്ട് കേട്ടോ, കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ എന്താ വേണ്ടത് അതെല്ലാം കിഡ്സിൻ്റെ പ്യൂരി സെക്ഷനുണ്ട്. 6 months പ്ലസ് ഏജിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ പ്യൂരി ടൈപ്സും ഉണ്ട്. പിന്നെ ഇത് ഫിംഗർ ഫുഡാട്ടോ, പിള്ളേർക്ക് സെൽഫ് ഈറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഇതുപോലത്തെ സ്റ്റിക്കാണ്. അപ്പോൾ അവർക്ക് പല്ലൊക്കെ വന്ന് തുടങ്ങുന്ന ടൈമിൽ ഇതൊക്കെ കൊടുത്ത് അവരിങ്ങനെ പയ്യെ ചൂ ചെയ്ത് അങ്ങനെ കഴിച്ചോളൂ. ഇത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആവും കേട്ടോ വായിലിടുമ്പോൾ തന്നെ. പിന്നെ സിദ്ധുവിന് 2-3 പ്യൂരി ഞാൻ അവിടെ നിന്ന് എടുത്തായിരുന്നു. അതുപോലെ തന്നെ നോൺ വെജിൻ്റെ പ്യൂരി ഞാൻ കണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതുപോലത്തെ പുൾഡ് പോർക്ക്, അതുപോലെ തന്നെ വെജ് ബിരിയാണി, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് പ്യൂരീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഓർഗാനിക് ഓട്സ് ബാസ്, അതിൽ നിന്ന് ഗ്രഫല്ലോടെ പറഞ്ഞാൽ ഞാൻ അപ്പൂവിനെടുത്തായിരുന്നു. അപ്പോൾ ഭയങ്കര ഗ്രഫല്ലോ ഫാനാണ്, റിസപ്ഷനിലൊക്കെ പോയി തുടങ്ങി. പിന്നെ ഇതുപോലത്തെ ഒരു സിപ്പർ കപ്പ് എടുത്തായിരുന്നു സിദ്ധുവിന്. ഇതിനൊക്കെ കൂടിയിട്ടാണ് നമ്മളിന്ന് വന്നത് കേട്ടോ. ഇവിടെ UK ഹോർലിക്സിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഇട്ടിട്ടോ. അതിലൊരു ബാനോഫി പൈ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ഉണ്ട്. അത് പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറേ ഫ്ലേവേഴ്സ് ഓഫ് ഹോർലിക്സ് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ജാക്ക് ഡാനിയൽസിൻ്റെ ഇതിപ്പോൾ എന്താ ബ്ലാക്ക്ബെറിയോ ബ്ലൂബെറിയോ, ഓക്കെ ബ്ലാക്ക്ബെറിയുടെ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട് കേട്ടോ. അത് 25 പൗണ്ടാണ്. നമുക്ക് ക്ലബ് കാർഡ് ഉണ്ടെങ്കിൽ 18 പൗണ്ടിന് കിട്ടും കേട്ടോ. അപ്പോൾ ക്ലബ് കാർഡ് ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ടെസ്കോയിൽ വന്ന് ഷോപ്പ് ചെയ്താൽ. പിന്നെ ഇതൊക്കെ ഷാമ്പെയിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഷാമ്പെയിനും വൈനും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. 18+ 16+ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം. ആക്ച്വൽ പ്രൈസും ക്ലബ് കാർഡ് പ്രൈസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ബിയറിൻ്റെ സെക്ഷനാണ്. കുറേ ടൈപ്പ് ഓഫ് ബിയർ ഉണ്ട്, സ്ട്രോങ്, മൈൽഡ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ എന്തായാലും വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാൻ കരുതിയിട്ടാണ് ഈ ഏരിയയിലേക്ക് വന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നാപ്പി എടുക്കാനായിട്ട് നാപ്പിയുടെ ഏരിയയിലേക്ക് വന്നിട്ടോ. അപ്പോൾ പാമ്പേഴ്സ് വാങ്ങൽ ഞാൻ നിർത്തി. കാര്യം പാമ്പേഴ്സ് ഭയങ്കര റേറ്റാണ്. 14 പൗണ്ടാണ് കേട്ടോ ഇപ്പോൾ സിദ്ധുവിൻ്റെ സൈസിലുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടുന്ന് ഫ്രെഡ് ആൻഡ് ഫ്ലോയുടെ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി കേട്ടോ, റാഷും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഫ്രെഡ് ആൻഡ് ഫ്ലോ തന്നെയാണ് ഇപ്പോൾ കുറേ കാലം കൊണ്ട് സിദ്ധുവിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ടെസ്കോയിൽ വരുമ്പോൾ എടുക്കുന്നൊരു സാധനം കേട്ടോ, ഈ ഒരു വാനിലയുടെ മിൽക്ക് ഷേക്ക്. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ട്രൈ ചെയ്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണ് M&Sലെ വാനിലയുടെ മിൽക്ക് ഷേക്ക്. നമ്മൾ ഐസ്ക്രീമൊക്കെ മെൽറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തപ്പോൾ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഓർത്തത് കേട്ടോ. ഇത് ലിറ്റിൽ മൂൺസിൻ്റെ മോച്ചി ഐസ്ക്രീം ആട്ടോ, അടിപൊളി സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ ഔട്ടർ ലെയർ വന്നിട്ടൊരു റൈസിൻ്റെ എന്തോ ഒരു സാധനമാണ്, അതിൻ്റെ അകത്താണ് അതിൻ്റെ ഐസ്ക്രീം വരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ടിൻ്റെ കേട്ടോ, അടിപൊളി സാധനമാണ് കേട്ടോ. 6 എണ്ണം ഉണ്ട് കേട്ടോ ഒരു പാക്കിനകത്ത്. പല ഫ്ലേവർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഫ്ലേവർ എടുത്തത്, പക്ഷേ കിടു സാധനമായിരുന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഇതാട്ടോ ടെസ്കോ എക്സ്ട്രാ എഡിങ്ങിലുള്ള ടെസ്കോ ആണ്. അപ്പോൾ നമ്മുടെ ബഗ്ഗി മൊത്തം ഫില്ലായിട്ടുണ്ട്.
അപ്പോൾ നമ്മളിനി അടുത്തത് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒരു എലി ആ വഴി പോയി, പക്ഷേ ഞാനത് കണ്ടില്ല കേട്ടോ. ഞാനത് കണ്ടില്ല. അപ്പോൾ അരുണാണ് പറഞ്ഞത് എലിയെ കണ്ടോന്ന്. അതിനെ കണ്ടെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ ഓടിയെന്ന് കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ രാവിലെ സ്നോഫാൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളൊരു ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടാൽ പറയുമോ? ഇവിടെ അങ്ങനെയാണ് കേട്ടോ. രാവിലെ മഴയാണെങ്കിൽ ഉച്ചയാകുമ്പോൾ വെയിൽ, പിന്നെ മഞ്ഞ്, അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതര കാലാവസ്ഥയാണ് ഇവിടുത്തെ. അപ്പം ഞങ്ങളുടെ ബസ്സാട്ടോ വരുന്നത്. അപ്പോൾ ഇനി ഒരു വ്ളോഗായിട്ട് ഉടനെ കാണാം. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ബൈ, ടേക്ക് കെയർ.